Good morning. Okay. Okay, എല്ലാവർക്കും good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്രിവിയേഷൻസ് തുടങ്ങിയിരുന്നു. അബ്രിവിയേഷൻസിന്റെ നമ്മള് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. 35 വരെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ആ പേജ് നമ്പറിൽ ഞാൻ ഓൺമ്യൂട്ട് ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഒരു പേജിൽ വരുന്നത് 30 തൊട്ട് 52 വരെയാണ് കേട്ടോ. 52 വരെയാണ്. അതിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 30 30 മാർക്ക് ചെയ്യാം കേട്ടോ. 30, 34, 37, 41, 42, 43, then 52 ഇത്രയും നമ്പേഴ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് എന്നിട്ട് പറഞ്ഞിരുന്നു 35 വരെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. BS വരെയാണ് പറഞ്ഞത്. BS എന്താണ്? ബാച്ചിലർ ഓഫ് സയൻസ് എന്നാണ് കേട്ടോ. ബാച്ചിലർ ഓഫ് സയൻസ്. അടുത്തതാണ് BSc. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? BScയുടെ എക്സ്പാൻഷൻ എന്താണ്? ബോഡി സർഫസ് ഏരിയ എന്നാണ് കേട്ടോ. ബോഡി സർഫസ് ഏരിയ. ഓക്കെ. അടുത്തതാണ് സ്മോൾ BX കേട്ടോ. BX എന്താണ്? ബയോപ്സി അല്ലെ. ബയോപ്സി ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്? ക്യാൻസർ കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണ് അല്ലെ. ക്യാൻസർ കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണ് അല്ലെ. ഇപ്പം ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാൻസറസ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഇപ്പൊ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് സർജറിയിലൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബയോപ്സി ടെസ്റ്റിനായിരിക്കും അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോപ്സി ടെസ്റ്റിന് അയക്കുന്നത്. വെദർ ഇറ്റ് ഈസ് ക്യാൻസറസ് ഓർ നോട്ട് അല്ലെ. ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ബയോപ്സി ടെസ്റ്റിനായിട്ട് അയക്കുന്നത്. സോ ഇത് ക്യാൻസർ കൺഫർമേഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. BX എന്താണ് ഇപ്പോ? ബയോപ്സി. കേട്ടിട്ടില്ലേ നിങ്ങള്? ബയോപ്സിയെ പറ്റി കേട്ടിട്ടില്ലേ? ഫസ്റ്റ് ടൈം ആണോ കേൾക്കുന്നത്? കേട്ടില്ലേ? ആ ഓക്കെ. ഇതാണ് രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ. ക്ലാസ്സില് ഏതൊക്കെ ചോദിക്കുന്ന പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഇണ്ടാതിരിക്കരുത്. ഓക്കെ. നെക്സ്റ്റ് കേട്ടോ. അടുത്തത് C ഹൈഫൺ ആണ് കേട്ടോ. ഓക്കെ. സി വിത്ത് എന്ന അർത്ഥം കേട്ടോ. വിത്ത് എന്ന എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഈ ഒരു അബ്രിവിയേഷൻ അവിടെ സൂചിപ്പിക്കുന്നത് വിത്ത് എന്നാണ് കേട്ടോ. വിത്ത്. ഓക്കെ. അടുത്തത് ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സി മോളില് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് 0 എന്താണ്? ഡിഗ്രി സെൽഷ്യസ് അല്ലെ, അഥവാ സെന്റിഗ്രേഡ് അല്ലെ. നമ്മൾ നോട്ടേറ്റ് ചെയ്ത് ഡിഗ്രി സെൽഷ്യസ് അഥവാ സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ നമ്മൾ എന്താണ് പറയുന്ന യൂണിറ്റ് ആണ് അല്ലെ. ഡിഗ്രി സെൽഷ്യസ്. അടുത്തതാണ് ഇത് CA. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ സിയും സ്മോൾ ലെറ്റർ എയും ആണ് കേട്ടോ. എന്താണത്? കാൽസ്യം അല്ലെ. കാൽസ്യം എന്നതിന്റെ
ആ ഒരു സിമ്പൽ ആണ് അല്ലെ, CA എന്ന് പറയുന്നത് കേട്ടോ, കാൽഷ്യം. ഓക്കെ, അടുത്തത് CA, രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ, രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ്, സിയും എയും. എന്താണ്? കാർഡിയാക് അറസ്റ്റ്. എന്താണ്? കാർഡിയാക് അറസ്റ്റ് അല്ലെ, ഹാർട്ട് അറ്റാക്കിനെയാണ് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ നവ്യ, ഗുഡ് മോർണിംഗ്. അടുത്തത് ഇതാണ് CABG അല്ലെ. CABG നമ്മൾ എവിടെ പഠിച്ചു? ഡിപ്പാർട്ട്മെന്റ്സിനകത്ത്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് CABGയുടെ എക്സ്പാൻഷൻ? എന്താണ്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. എന്താണ്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് അല്ലെ, ബൈപ്പാസ് സർജറി അല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. ക്യാപ്റ്റ് എന്നാണ് പറയാ കേട്ടോ, പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് CAD. CAD നമ്മൾ പഠിച്ചതാണ് അല്ലെ. CAD എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ്. എന്താണ്? കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെ, നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചതാണ്. അടുത്തതാണ് എന്ത്? CBC. പൊതുവെ നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ നമുക്ക് എഴുതി തരാറുണ്ട് അല്ലെ. CBC എന്താണ്? CBCയുടെ എക്സ്പാൻഷൻ എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ് അല്ലെ. എന്താണ്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. നമ്മളിപ്പോ പനി വന്നു അല്ലെ, 2-3 ദിവസത്തേക്ക് മരുന്നൊക്കെ തരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു, പിന്നെ കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ എന്ത് തരുന്നു? ഒരു CBC ടെസ്റ്റ് ചെയ്തു അല്ലെ, CBC എഴുതി തരും. എന്താണത്? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് അല്ലെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് അല്ലെ. ഓക്കെ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അടുത്തതാണ് CC, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ CC ആണ്, ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് കേട്ടോ. എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. നമ്മുടെ ഈ വോള്യം, വ്യാപ്തമൊക്കെ നമ്മള് എന്താ പറയാ, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ, ക്യൂബിക് സെന്റിമീറ്റർ കേട്ടോ. സ്മോൾ CC ആണ് കേട്ടോ, ക്യൂബിക് സെന്റിമീറ്റർ. അടുത്തത് നോക്കാം, ക്യാപിറ്റൽ CC ഓർ C/C ആണ് കേട്ടോ. അപ്പൊ നോക്കി, സ്മോൾ ലെറ്റർ CC ആണെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ വരുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. CC ഓർ C/C എന്ന് പറഞ്ഞ എന്താണ്? ചീഫ് കംപ്ലൈന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതാണ് ചീഫ് കംപ്ലൈന്റ്. ഓക്കെ, അടുത്തതാണ് CCU. CCU എന്താണ്? കൊറോണറി കെയർ യൂണിറ്റ്. എന്താണ്? കൊറോണറി കെയർ യൂണിറ്റ്. ഓക്കെ, അടുത്തതാണ് CHF. CHF എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ആണ് CL. ക്യാപിറ്റൽ ലെറ്റർ C, സ്മോൾ ലെറ്റർ L ആണ് അല്ലെ. എന്തിന്റെയാണ്? ക്ലോറൈഡ്. എന്താണ്? ക്ലോറൈഡ് കേട്ടോ, ക്ലോറൈഡിന്റെ സിമ്പിൾ ആണ് CL. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് CM ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ ആണ്. CM എന്താണ്? സെന്റിമീറ്റർ. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, സെന്റിമീറ്റർ. അടുത്തത് CM ക്യൂബ്. CM ക്യൂബ് അറിയാം. ഓക്കെ, എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിന് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, അതിന് നമുക്ക് CC എന്ന് പറയാം. അത് എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് CM ക്യൂബ്. എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ. സാധാരണ നമ്മള് വോള്യം ഒക്കെ പ്രസ്താവിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അടുത്തതാണ് ഇത് CNS. CNS എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നാഡീ വ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും അല്ലെ. നമ്മുടെ തലച്ചോറ്, സുഷുമ്ന, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ CNS എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥയാണ് കേട്ടോ. ഓക്കെ ആണോ? ഇതിനകത്ത് മാർക്ക് ചെയ്ത നമ്പേഴ്സ് 30, 34, 41, 42, 43 ആൻഡ് 52. ഓക്കെ, ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത പേജിലോട്ട് കടക്കാലോ. നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്.
അതില് നമ്പേഴ്സ് 53 തൊട്ടാണ് കേട്ടോ. 53 തൊട്ട് 74 വരെയാണ് കേട്ടോ. നമ്പർ ഇപ്പൊ പറയാം കേട്ടോ പരീക്ഷ, നമ്പർ പറയാൻ പോകുന്നുള്ളൂ. 53 തൊട്ട് 74 വരെയുള്ള പേജ് ആണ് കേട്ടോ. അതിനകത്ത് മാർക്ക് ചെയ്ത നമ്പേഴ്സ് 55 കേട്ടോ, 55, 55. പരീക്ഷ ലാസ്റ്റ് പറയാം കേട്ടോ, ലാസ്റ്റ് പറയാം. ഇപ്പോ നമ്മൾ പറയുന്ന നമ്പേഴ്സ് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 55, 56, 56 കേട്ടോ, 56, 57, 57, 59, 59 കേട്ടോ, 59, 65, 65, 72, 72, 74, 74. ഒന്നുകൂടെ നമ്പർ പറയാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ശ്രദ്ധിക്കുക. 55, 56, 57, 59, 65, 72, 74. ഓക്കെ ആണോ? കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, വായിക്കാം കേട്ടോ. അതിന്റെ C/ഷോ ആണ് കേട്ടോ, C/ഷോ. അതായത് സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. എന്താണ്? കംപ്ലൈനിങ് ഓഫ് എന്നാണ് കേട്ടോ. കെയർ ഓഫ് എന്ന് വായിക്കരുത്, കംപ്ലൈനിങ് ഓഫ് എന്നാണ് കേട്ടോ, കംപ്ലൈനിങ് ഓഫ്. ഓക്കെ, അടുത്തതാണ് CO, ക്യാപിറ്റൽ ലെറ്റർ ആണ്. CO എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട് എന്നാണ് കേട്ടോ, കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, അടുത്തത് CO2. ഈ 2 എന്ന് പറയുന്നത് ശരിക്കും സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ, പക്ഷെ താഴെ വലതുവശത്തായിട്ടാണ് വരുന്നത്. അപ്പൊ നേരെയാണ് എഴുതിയിരിക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് വലതുവശത്ത് താഴെയായിട്ടാണ് എഴുതുക, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് പൊതുവെ എഴുതാറ്. CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിംബൽ ആണ് അല്ലെ, CO2 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് കോൾഡ്, COLD, കോൾഡ്. എന്താണ് കോൾഡിന്റെ എക്സ്പാൻഷൻ? എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്നാണ് കേട്ടോ. അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്നാണ് കേട്ടോ. ഇനി COPD ആവുമ്പോഴോ? COPD എന്ന് പറയുമ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പൾമണറി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലങ്സ് അല്ലെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പലതവണ ചോദിച്ചതാണ് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് CP. CPക്ക് 2-3 എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. ഒന്നാമത്തത് ചെസ്റ്റ് പെയിൻ, ചെസ്റ്റ് പെയിൻ. രണ്ടാമത്തത് കെമിക്കലി പ്യുവർ, കെമിക്കലി പ്യുവർ. മൂന്നാമത്തത് സെറിബ്രൽ പാൾസി, അസുഖമാണ് കേട്ടോ. സെറിബ്രൽ അബ്നോർമാലിറ്റി ആണ്, ശരിക്കും ബ്രെയിനിനൊക്കെ വരുന്ന അബ്നോർമൽ ഫംഗ്ഷൻ ആണ് കേട്ടോ, സെറിബ്രൽ പാൾസി. അപ്പൊ ഏതൊക്കെയാണ് എക്സ്പാൻഷൻ വരുന്നത്? CPക്ക് ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യുവർ, സെറിബ്രൽ പാൾസി. ഓക്കെ, അടുത്തതാണ് CPR. CPRന്റെ എക്സ്പാൻഷൻ എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അതാണ് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് CPRന്റെ ഫുൾ ഫോം അല്ലെ. അപ്പൊ പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീഴോ, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നോ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് കൊടുക്കണം? CPR കൊടുക്കണം അല്ലെ. ഓക്കെ, CPR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷെ ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് CPRന്റെ ഫുൾ ഫോം ഓർത്ത് വെക്കാം, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. ഓക്കെ, അടുത്തതാണ് CRNA. CRNA എന്താണ്? എക്സ്പാൻഷൻ സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റ്. ഇതാണ് സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റ്. അതായത് അനസ്തേഷ്യ കെയറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സ് കേട്ടോ. അവരെയാണ് നമ്മൾ CRNA എന്നാണ് പറയാ, സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റ്. അനസ്തേഷ്യ കെയറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സ് ആണ് കേട്ടോ. അടുത്തതാണ് CRT. CRT എന്താണ്? കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ് എന്നാണ് കേട്ടോ. കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ് എന്നാണ്. ഓക്കെ, അടുത്തതാണ് CSF. CSF എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതായത് നമ്മുടെ തലച്ചോറിന് അതുപോലെ നമ്മുടെ സുഷുമ്ന ഇതിന് സറൗണ്ടിങ് ആയിട്ട്
ആ ഒഴുകുന്ന ഫ്ലൂയിഡ് ആണ് കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ സ്പൈനൽ കോഡിനെ ഒക്കെ സംരക്ഷിക്കുന്ന അതിന് ചുറ്റും ഒഴുകുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എന്ത് CSF എന്ന് പറയുന്നത് കേട്ടോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ. മനസ്സിലായല്ലോ? നമ്മുടെ തലച്ചോറ് നമ്മുടെ ബ്രെയിൻ അതുപോലെ സ്പൈനൽ കോഡിനൊക്കെ ചുറ്റുമായിട്ട് സറൗണ്ട് ചെയ്ത ഫ്ലൂയിഡ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF എന്നാണ് കേട്ടോ അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം. അടുത്തതാണ് CSM. ആണ് CSM. CSMന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എക്സ്പാൻഷൻ. ഒന്ന് വന്നിട്ട് കരോട്ടിഡ് സൈനസ് മസാജ്. കരോട്ടിഡ് സൈനസ് മസാജ്. മറ്റൊരു എക്സ്പാൻഷൻ എന്താണ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. ഇതാണ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. എന്താണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാല് മെനിഞ്ചസ് എന്താണെന്നറിയാമോ? മെനിഞ്ചസ് നമ്മുടെ ഈ തലച്ചോറിനെയും ഈ പറയുന്ന സ്പൈനൽ കോഡിനെയൊക്കെ ആവരണം ചെയ്തൊരു മെംബ്രെയിൻ ആണ് കേട്ടോ. മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്നാണ് പറയാ കേട്ടോ. ഇതിനെ കവർ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡ് ഇതിനെയൊക്കെ കവർ ചെയ്ത ഒരു മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന് ഉണ്ടാകുന്ന വീക്കം ഇൻഫ്ലമേഷൻ അതിനെയാണ് നമ്മള് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. അപ്പൊ CSMന് രണ്ട് ഫുൾ ഫോം ആണ് കരോട്ടിഡ് സൈനസ് മസാജ് ഒരെണ്ണം, മറ്റൊരു എക്സ്പാൻഷൻ ആണ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. ഓക്കെ, അടുത്തതാണ് CVA എന്നാണ് കേട്ടോ. അവിടെ എന്തെന്നാണ് എഴുതിയിരിക്കുന്നത് CVA എന്നാക്കുക കേട്ടോ. കറക്റ്റ് ആണോ? നിങ്ങളുടെ നോട്ടിൽ കറക്റ്റ് ആണോ? നിങ്ങളുടെ നോട്ടിനകത്ത് കറക്റ്റ് ആയിട്ടാണോ എടുക്കുന്നത്? CVA എന്നാണോ? ഓക്കെ, അപ്പോൾ CVM അല്ല കേട്ടോ, CVA ആണ്. CVA എന്ന് പറയുന്നത് സെറിബ്രോ കറക്റ്റ് ആണ്. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് എന്നാണ് കേട്ടോ. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. ഓക്കെ, അടുത്തതാണ് CVP. CVP എന്താണ്? സെൻട്രൽ വീനസ് പ്രഷർ. ഇതാണ് സെൻട്രൽ വീനസ് പ്രഷർ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ട് ഉണ്ടല്ലോ, ഹാർട്ടിന്റെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഹാർട്ടിലോട്ട് അശുദ്ധ രക്തം എത്തിക്കുന്ന രണ്ട് എന്താ പറയുക വെയിനുകളുണ്ട്. സുപ്പീരിയർ വെന കാവ, ഇൻഫീരിയർ വെന കാവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് വരുന്ന പ്രഷർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അറിഞ്ഞിരുന്നാ മതി, അത് ചോദിക്കുന്നുണ്ട്. സെൻട്രൽ വീനസ് പ്രഷർ എന്നാണ് കേട്ടോ CVP. അടുത്തത് CXR. CXR എന്താണ് എക്സ്പാൻഷൻ? ചെസ്റ്റ് എക്സ്റേ എന്നാണ് കേട്ടോ. ഇതാണ് ചെസ്റ്റ് എക്സ്റേ. ഓക്കെ, അടുത്തതാണ് DNC. DNC ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? DNC ചെയ്യാന്ന് പറഞ്ഞാൽ അബോർഷൻ ചെയ്യുന്നതിനെയാണ് കേട്ടോ പറയുന്നത്. DNC എന്താണെന്ന് അറിയുന്നത് എക്സ്പാൻഷൻ ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷൻ ആണ് കേട്ടോ. ക്യൂരിറ്റേജ് എന്ന് വായിക്കുന്നത് ക്യൂരിറ്റാഷ്. ഓക്കെ, ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷ്. എന്താണ് സംഭവം? അതായത് ക്യൂററ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണമുണ്ട്. ഓക്കെ, ഒരു എക്യുപ്മെന്റ് ഉണ്ട്. ഇത് ഗർഭാശയത്തിനകത്തേക്ക് അതായത് യൂട്രസ് സർവീസിലൂടെ യൂട്രസിനകത്തേക്ക് കയറ്റി ചെയ്ത് ഈ യൂട്രസിന് മീൻസ് ആ ഒരു ഗർഭാശയ മുഖത്തുള്ള സെല്ലുകളെ ടിഷ്യൂസ് ഒക്കെ ചുരണ്ടി കളയുന്ന ഒരു പ്രൊസീജിയർ ആണ്. പൊതുവെ അബോർഷനെയാണ് പറയാം. DNC ചെയ്യാന്നാണ് പറയാ. ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷ്. ക്യൂരിറ്റാഷ് എന്ന് പറയാൻ കാരണം ക്യൂററ്റ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, അവിടെ ഒരു ടൂൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് യൂട്രസിനകത്തേക്ക് കടത്തിവിട്ട് ഡയലേറ്റ് ചെയ്യും, വികസിപ്പിച്ചിട്ട് ഈ യൂട്രസിനകത്തുള്ള ആ ഒരു സെൽസ് എന്താന്ന് വെച്ചാൽ കളയുന്ന ആ ഒരു പ്രോസസ് ആണ് കേട്ടോ. സോ ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റാഷ് കേട്ടോ, DNC എന്നാണ് പറയാ കേട്ടോ. ഓക്കെ, അടുത്തത് D/C ആണ് കേട്ടോ. സ്ലാഷ് ആണ് കേട്ടോ. D/C എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ. ഇതാണ് ഡിസ്കണ്ടിന്യൂ. ഓക്കെ, അടുത്തത് ഡിഫ്. ഡിഫ് മീൻസ് ഡിഫറൻഷ്യൽ എന്നാണ് കേട്ടോ. ഡിഫറൻഷ്യൽ. അടുത്തതാണ് ഡിഗ്. ഡിഗ് മീൻസ് എക്സ്പാൻഷൻ ഡിഗോക്സിൻ ആണ് കേട്ടോ. ഡിഗോക്സിൻ. ഡിഗോക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ഈ പറയുന്ന ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ച് ഈ പറയുന്ന എന്താണ് ഏട്രിയൽ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് കേട്ടോ ഡിഗോക്സിൻ എന്ന് പറയുന്നത്. അടുത്തതാണ് DM. DM എന്താണ്? ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ്. പ്രമേഹത്തെ അതിന് പറയുന്നതാണ് കേട്ടോ. ഡയബറ്റിസ് എന്ന് നമുക്കറിയാം, ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നാണ് കേട്ടോ. വേറൊരു ഡയബറ്റിസ് കൂടി ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം. അത് പ്രമേഹമല്ല കേട്ടോ, അത് ഈ കല്ലാണ്. കല്ലിനൊക്കെ പറയുന്നത് കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. DM എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് മെല്ലിറ്റസ് കേട്ടോ. ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ് എന്ത്? പ്രമേഹം എന്ന് പറയുന്നത്, ഷുഗർ കേട്ടോ. ഓക്കെ, അടുത്തത് DOA. DOA എന്താണ്? ഡെഡ് ഓൺ അറൈവൽ എന്നാണ്. അതായത് ഡെഡ് ഓൺ അറൈവൽ.
അങ്ങനെ എത്തിച്ചേരുമ്പോൾ തന്നെ മരണം സംഭവിക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ അതിന് പറയാ? ഡെഡ് ഓൺ അറൈവൽ എന്നാണ് കേട്ടോ. അടുത്തതാണ് DOE. DOE എന്ന് പറഞ്ഞാല് ഡിസ്പീനിയ ഓൺ എക്സേർഷൻ. അതാണ് ഡിസ്പീനിയ ഓൺ എക്സേർഷൻ. ഡിസ്പീനിയ നമ്മൾ പഠിച്ചിരുന്നു ടെർമിനോളജിയില്. എന്താണ് ഡിസ്പീനിയ? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ് കേട്ടോ, മറന്നു പോകരുത്. നമ്മള് വേറെ ഫിസിക്സിൽ എവിടെയാ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പീനിയ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടിനെയാണ് പറയുന്നത്. അപ്പൊ ഡിസ്പീനിയ ഓൺ എക്സേർഷൻ എന്ന് പറഞ്ഞാല് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഡ്യൂറിംഗ് ദ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ശ്വാസം മുട്ടല്, അതിനൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അനുഭവപ്പെടില്ലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. DOE എന്താണ്? ഡിസ്പീനിയ ഓൺ എക്സേർഷൻ. ഡിസ്പീനിയ, പീനിയ എന്ന വാക്കിന്റെ അർത്ഥം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്നാണ്. ഡിസ്പീനിയ ഓൺ എക്സേർഷൻ മീൻസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഡ്യൂറിംഗ് ദ ഫിസിക്കൽ ആക്ടിവിറ്റി കേട്ടോ. പ്രത്യേകിച്ച് ഫിസിക്കൽ എക്സസൈസോ മറ്റൊക്കെ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. അടുത്തതാണ് DON. DON എന്താണ്? ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്നാണ്. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് വായിക്കാമോ? ജസ്റ്റ് ഒന്ന് വായിക്കൂ കേട്ടോ. മനീഷ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മള് അബ്രീവിയേഷനിൽ 30 തൊട്ട് 52 വരെ മാർക്ക് ചെയ്തതിലാണ് ചോദിച്ചത്. മനീഷ ചോദിച്ചതല്ലേ? അപ്പൊ മനീഷ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അബ്രീവിയേഷനിൽ 30 മാർക്ക് ചെയ്യാം കേട്ടോ. 30 മാർക്ക് ചെയ്തോളൂ. 30, 34 34, 37 37, 41 41, 42 42, 43 പിന്നെ 52 അത്രയും മാർക്ക് ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ പറയാം. 30, 34, 37, 41, 42, 43 and 52. ഓക്കെ, ഈ പേജിൽ നമ്മൾ മാർക്ക് ചെയ്തത് 55, 56, 57, 59, 65, 72, 74 കേട്ടോ. ഇത്രയാണ് നമ്മൾ ഈ പേജിൽ തന്നെ മാർക്ക് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കൂ കേട്ടോ. ഒളിച്ച് വായിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം അല്ലെ? നെക്സ്റ്റ് പേജിലോട്ട് കിടക്കല്ലേ നമ്മള്? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജിൽ നമുക്ക് നോക്കാനുള്ളത് 75 തൊട്ടാണ് കേട്ടോ. 75 തൊട്ട് 96 വരെയാണ് കേട്ടോ പേജിനകത്തുള്ളത്. 75 to 96 കേട്ടോ. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്യാം. നമ്പേഴ്സ് ഇതൊക്കെയാണ്. 75 കേട്ടോ, മാർക്ക് ചെയ്തോളൂ. 75, 76 76, 79 79 കേട്ടോ. 79, 80 80 മാർക്ക് ചെയ്യാം. 80, 84, 89, 92, 96. എങ്കിലും നമ്മൾ പറയാണ് 75, 76, 79, 80, 84, 89, 92, 96. കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യത്തെ DOS. DOS എന്താണ്? ഡെഡ് ഓൺ സീൻ എന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഡെഡ് ഓൺ അറൈവൽ എങ്ങനെ പറഞ്ഞേ? DOA എന്നല്ലേ പറഞ്ഞേ? ഡെഡ് ഓൺ അറൈവൽ. DOS എന്താണ്? ഡെഡ് ഓൺ സീൻ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വെച്ച് കിടക്കുവാണ്, വെച്ചിരുന്നു എന്ന് പറയില്ലേ? ഡെഡ് ഓൺ സീൻ കേട്ടോ. അടുത്തതാണ് DPT. DPT ഒക്കെ നമ്മൾ ഈ വാക്സിനേഷൻ ചാർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? DPT ഇതൊക്കെയാണ് 3 വാക്സിൻസ്. ഒന്ന് ഡിഫ്തീരിയ, ഡിഫ്തീരിയ. പിന്നെ പെർട്ടൂസിസ്. T എന്താണ്? പെർട്ടൂസിസ്. T എന്താണ്? ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊണ്ടമുള്ളിൽ എന്നൊക്കെ പറയില്ലേ? ആ സംഭവമാണ് കേട്ടോ. ത്രോട്ടിക്ക് വരുന്നതാണ്. ഈ പറയുന്ന 3 എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഈ പറയുന്ന 3 ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്.
ഡിഫ്തീരിയ നമ്മുടെ ത്രോട്ടിന് വരുന്നതാണ് കേട്ടോ. അതിന് തൊട്ടമുള്ള എന്നൊക്കെയാണ് പൊതുവെ പറയാം. പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയാണ് കേട്ടോ. പെർട്ടൂസിസ് എന്ന് പറഞ്ഞാല് വില്ലൻ ചുമയാണ്. ഇത് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ ആണ് കേട്ടോ. ടെറ്റനസ് നമ്മുടെ സന്ധികളെ പ്രത്യേകിച്ച് മസ്കുലസിനെയൊക്കെ ബാധിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമാണ് കേട്ടോ. ശരിക്കും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. അപ്പൊ ഡിഫീറ്റ് മറക്കരുത്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ എന്നാണ്. അടുത്തതാണ് DST. DST എന്താണ്? ഡ്രൈ സ്റ്റീറൈൽ ഡ്രസ്സിംഗ്. അതാണ് ഡ്രൈ സ്റ്റീറൈൽ ഡ്രസ്സിംഗ് എന്നാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് DTaP. DTaP എന്തൊക്കെയാണ്? ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് സെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ എന്നാണ് കേട്ടോ. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് സെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ. ഓക്കെ, അടുത്തത് DTP. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. DTP എന്താണ്? ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ കേട്ടോ. ഓക്കെ, നേരത്തെ പറഞ്ഞൊന്നു മാറ്റി എഴുതിയെന്ന് മാത്രം കേട്ടോ. അടുത്തതാണ് DTS. DTS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മോൾ എസ് ആണ്, ഡെലീരിയം ട്രെമൻസ് എന്നാണ് കേട്ടോ. ഡെലീരിയം ട്രെമൻസ് ദാറ്റ് മീൻസ് സിവിയർ ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റം ആണ് കേട്ടോ. സിവിയർ ആയിട്ട് ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റം. നമ്മളിപ്പോ ആൽക്കഹോൾ മീൻസ് മദ്യപിച്ചിരുന്ന ഒരാള്, ഡെയിലി മദ്യപിക്കുന്ന ഒരാള് പെട്ടെന്ന് മദ്യപിക്കാതിരിക്കുമ്പോൾ അവർക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്. ഗ്രാജുവൽ ആയിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെ. ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വേറൊരു രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവാം. സോ അതുകൊണ്ട് എപ്പോഴും എന്താ പറയാ, മദ്യപാനികൾ, അതായത് ഡെയിലി മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യില്ല. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ വരുന്ന സിവിയർ ആൽക്കഹോൾ വിത്ത്ഡ്രോവൽ സിംറ്റത്തിനെയാണ് ഡെലീരിയം ട്രെമൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡെലീരിയം ട്രെമൻസ്. DVT എന്താണ്? ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്നാണ് കേട്ടോ. ത്രോംബോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, അത് ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ. ഓക്കെ, ത്രോംബോ എന്നൊക്കെ കേൾക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട. ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഈ വെയിനിലൊക്കെ വരുന്ന ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് കേട്ടോ. വെയിനിലും മറ്റും വരുന്ന ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെ പറയുന്നത് കേട്ടോ. DVT, ഡീപ്പ് വീനസ് ത്രോംബോസിസ്. അടുത്തതാണ് D5W. D5W എന്ന് വെച്ചാൽ ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. ഈ IV കൊടുക്കില്ലേ, IV ഫ്ലൂയിഡ് ഇൻട്രാവെനസ്, നമ്മൾ ട്രിപ്പ് ഒക്കെ ഇടില്ലേ കയ്യില് വെയിനിലൂടെ, ഇൻട്രാവെനസിൽ നമ്മള് ഫ്ലൂയിഡ് ഒക്കെ കേട്ടില്ലേ ശരീരത്തിനകത്തൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ ആ ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. അടുത്തത് DX, ക്യാപിറ്റൽ D സ്മോൾ x ആണ്. ഡയഗ്നോസിസ്. ഓക്കെ, ECG നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെ, നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെ നമ്മൾ ECG എടുക്കാന്ന് പറയും, ഇലക്ട്രോകാർഡിയോഗ്രാം. അടുത്തത് ED, 2 ക്യാപിറ്റൽ ആണ്. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അടുത്തതാണ് EDC എന്താണ്? എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. കൺഫൈൻമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയില്ലേ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയില്ലേ, അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ കൺഫൈൻമെന്റ്. ദാറ്റ് മീൻസ് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. അതിന് നമ്മൾ അങ്ങനെ പറയാം കേട്ടോ, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്ന് പറയാം കേട്ടോ, EDC. അടുത്തത് EEG. EEG എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം. സെഫാലോ നമ്മൾ ഇവിടെ പഠിച്ചിരുന്നു, അവിടെ പഠിച്ചു നമ്മള്. സെഫാലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ EEG എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം അല്ലെ, ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്താണ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് ECG എന്നാണ് പറയുക. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുമ്പോൾ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ EEG എന്നാണ് പറയുക. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ് പറയുക. സെഫാലോ എന്ന വാക്ക് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഠിച്ചതാണ് കേട്ടോ. ഇതറിയാലോ എല്ലാവർക്കും. E.G എന്താ? എക്സാമ്പിൾ അല്ലെ, എല്ലാവർക്കും അറിയാം. EKG ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ നോക്കാം, ECG എന്ന് പറഞ്ഞാലും EKG എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം മാറിപ്പോവരുത്. ECG എന്ന് പറഞ്ഞാലും EKG എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. അടുത്തത് ENT എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. അടുത്തതാണ് ER. ER എന്താണ്?
എമർജൻസി റൂം എന്നാണ് കേട്ടോ, എമർജൻസി റൂം. ഓക്കെ, അടുത്തത് ഇ ടി എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബ്. എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബ്. എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രക്കിയലോട്ട്, ട്രക്കിയ എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡ് പൈപ്പാണ്, നമ്മുടെ എയർവേയിലോട്ട് അകത്തേക്ക് കയറ്റി വിടുന്ന ട്യൂബാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് എയർവേ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ട്രക്കിയയിലോട്ട്, നമ്മുടെ ശ്വാസനാളത്തിലോട്ട് കയറ്റി വിടുന്ന ട്യൂബാണ് കേട്ടോ എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്തതാണ് ETA. ETA എന്താണ്? എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എന്താണ്? എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഓക്കെ, അടുത്തതാണ് ETOH. ETOH എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ കേട്ടോ. ETOH എന്നാണ് നമ്മളതിന് അബ്രിവേറ്റഡ് പറയാ കേട്ടോ. ഈഥൈൽ ആൽക്കഹോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ആണ് കേട്ടോ, ഈഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ അല്ല കുടിക്കുന്നത്, ഈഥൈൽ ആണ് കേട്ടോ. ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ. ഓക്കെ, ETOH. അടുത്തത് ETT. ETT എന്ത് തന്നെയാണ്? എൻഡോട്രക്കിയൽ ട്യൂബ്. അത് തന്നെയാണ് നമ്മൾ ET പറഞ്ഞു പഠിച്ചത് കേട്ടോ. എൻഡോട്രക്കിയൽ ട്യൂബ് ETT എന്ന് പറഞ്ഞാലും എൻഡോട്രക്കിയൽ ട്യൂബ് എന്നാണ്. അടുത്തത് എന്താണ്? ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെ? ഡിഗ്രി ഫാരൻഹീറ്റ് നമ്മുടെ ടെമ്പറേച്ചറിന്റെ തന്നെ ഒരു യൂണിറ്റ് ആണ്. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെ? ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ആർക്കിന്റെ നമ്പേഴ്സ് 75, 76, 79, 80, 84, 89, 92 and 96. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ ആണോ? ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയോ? നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിൽ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. അടുത്ത പേജ് പോകുന്നത് 97 തൊട്ടാണ് കേട്ടോ, 97 തൊട്ട് 120 വരെയാണ് കേട്ടോ, 120 വരെയാണ് കേട്ടോ, 97 to 120. ഓക്കെ, മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 98 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 98, 100 100 മാർക്ക് ചെയ്യാം കേട്ടോ. 100,
104 104, 104, 105 105, 109 109, 110 110, 113 113, 117 117. ഓക്കെ, ഒന്നുകൂടെ പറയാൻ നമ്പേഴ്സ് 98, 100, 104, 105, 109, 110 110 കേട്ടോ, 113 113, 117 117. ഓക്കെ, മാർക്ക് ചെയ്തു വിചാരിക്കുന്നു. സോ നമുക്ക് വായിക്കാം കേട്ടോ. അടുത്തതാണ് FiO2. FiO2 എന്താണ് അതിന്റെ എക്സ്പാൻഷൻ എന്താ അറിയോ? ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്നാണ് കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. ഇൻസ്പയർഡ് മീൻസ് ഇൻടേക്ക് ചെയ്യുന്ന, അകത്തേക്ക് എടുക്കുന്ന, ഇൻഹെയിൽ ചെയ്യുന്ന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദാറ്റ് മീൻസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ എ പേഴ്സൺ ഇൻഹെയിൽ. അതായത് ഒരു വ്യക്തി ഇൻഹെയിൽ ചെയ്യുന്ന, അവർ ബ്രീത്ത് ചെയ്യുന്ന ആ ഒരു പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. FiO2 ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. ഇൻസ്പയർഡ് മീൻസ് ഇൻഹെയിൽ ചെയ്യുന്നുള്ള അർത്ഥമാണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് ഓക്സിജൻ എ പേഴ്സൺ ഇൻഹെയിൽസ്. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം. അടുത്തതാണ് FBS. FBS നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ലാബ് ടെസ്റ്റും മറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും. FBS എന്താണ്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് അല്ലെ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് എടുക്കുന്ന ഷുഗർ ആണ് കേട്ടോ. ഷുഗർ ലെവൽ നോക്കില്ലേ, അതാണ് കേട്ടോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ആണ് Fe. നമ്മളിപ്പോ കാൽസ്യം പഠിച്ചില്ലേ, Ca കാൽസ്യം, Cl ക്ലോറൈഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ Fe. Fe എന്താണ്? അയേൺ ആണ് അല്ലെ. അയേണിന്റെ സിമ്പിൾ ആണ് Fe എന്നുള്ളത് കേട്ടോ. അടുത്തതാണ് FHR. FHR എന്താണ്? ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്നാണ് കേട്ടോ. ഗർഭാശയ കുഞ്ഞിന്റെ ആ ഒരു ഹൃദയമിടിപ്പുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫീറ്റൽ ഹാർട്ട് റേറ്റ്. FHT എന്താണ്? ഫീറ്റൽ ഹാർട്ട് ടോൺസ് എന്നാണ് കേട്ടോ. ഫീറ്റൽ ഹാർട്ട് ടോൺസ് കേട്ടോ, FHT. അടുത്തത് FHX. FHX എന്താണ്? ഫാമിലി ഹിസ്റ്ററി എന്നാണ് കേട്ടോ. എന്താണ്? ഫാമിലി ഹിസ്റ്ററി. FHX എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി ഹിസ്റ്ററി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് FL ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ എഫും ക്യാപിറ്റൽ ലെറ്റർ എല്ലും. FL എന്താണ്? ഫെംറ്റോലിറ്റർ എന്നാണ് കേട്ടോ. ഫെംറ്റോലിറ്റർ. ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു യൂണിറ്റ് ആണ് കേട്ടോ. അത് വന്നിട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ സൈസ് ഓഫ് RBC, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെയുള്ളതിന്റെ ആ ഒരു സൈസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ആണ് കേട്ടോ. സ്മോൾ യൂണിറ്റ് ആണ് ഫെംറ്റോലിറ്റർ എന്നാണ് പറയാ കേട്ടോ. ഫെംറ്റോലിറ്റർ സ്മോൾ എഫും ക്യാപിറ്റൽ ലെറ്റർ എല്ലും ആണ് കേട്ടോ. FL ഫെംറ്റോലിറ്റർ എന്നാണ് കേട്ടോ. അടുത്തത് FL എന്താണ്? ഫ്ലൂയിഡ് എന്നാണ് കേട്ടോ. ഫ്ലൂയിഡ്. ഓക്കെ, FLT ഫ്ലൂയിഡ് എന്നാണ് കേട്ടോ. അപ്പൊ FL സ്മോൾ FLും ഫ്ലൂയിഡ് ആണ്. FLT എന്ന് പറഞ്ഞാലും ഫ്ലൂയിഡ് എന്നാണ് കേട്ടോ. ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അടുത്തത് FSH ക്യാപിറ്റൽ ലെറ്റർ ആണ്. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് വെച്ചാൽ ഈ അണ്ടോൽപാദനത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളില് അണ്ടോൽപാദനത്തിലൊക്കെ സഹായിക്കുന്ന ഒരു തരം ഹോർമോൺ ആണ് കേട്ടോ. ഓക്കെ, അതാണ് FSH എന്നാണ് പറയാ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കേട്ടോ. ഫെംറ്റോലിറ്റർ. ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ യൂണിറ്റ് ആണ്. നമ്മൾ ഈ RBC, റെഡ് ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെയുള്ളതിന്റെയൊക്കെ സൈസ് ഒക്കെ ഇല്ലേ, അതിന്റെ സൈസ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു തരം ചെറിയ യൂണിറ്റ് ആണ്. അതെന്താണെന്ന് ചോദിക്കില്ല, അതാണ് ഫെംറ്റോലിറ്റർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആണ് കേട്ടോ. അത് ഈ RBC, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള ബ്ലഡ് സെല്ലുകളുടെ ആ ഒരു വലിപ്പം അതിന്റെ അതൊക്കെ മെഷർ ചെയ്യാനൊക്കെ, സൈസ് മെഷർ ചെയ്യാനൊക്കെ മെഷർ ചെയ്തൊരു യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പറഞ്ഞു. FX എന്താണ്? ഫ്രാക്ചർ അറിയാലോ. ഓക്കെ, G എന്താ? എല്ലാവർക്കും അറിയാം. എന്താണ്? ഗ്രാം ആണ് അല്ലെ. ഗ്രാം ആണ് കേട്ടോ. അടുത്തത് GB ക്യാപിറ്റൽ ലെറ്റർ ആണ്. GB ഗോൾ ബ്ലാഡർ കേട്ടോ. ഗോൾ ബ്ലാഡർ. ഓക്കെ, പിത്തസഞ്ചി എന്നൊക്കെ നമ്മൾ പറയുന്നത്. GI എന്താണ്? ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ. എന്താണ് GI? ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എന്നാണ് കേട്ടോ. അപ്പൊ GB ഗോൾ ബ്ലാഡർ ആണ്.
GI എന്ന് പറയുന്നത് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എന്നാണ്. അടുത്തത് GM, സ്മോൾ ലെറ്റർ ആണ് GM, ഗ്രാം എന്നാണ് കേട്ടോ, ഗ്രാം എന്നാണ്. GR സ്മോൾ ആണ്, GR ഗ്രെയിൻ എന്നാണ് കേട്ടോ, അതാണ് ഗ്രെയിൻ, ഗ്രെയിൻ എന്നാണ്. ഓക്കെ, അടുത്തത് GSW ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ, GSW ഗൺ ഷൂട്ട് വൂണ്ട് എന്നാണ് കേട്ടോ, ഗൺ ഷൂട്ട് വൂണ്ട്, ഗണ്ണില് ഷൂട്ട് ആയിട്ട് വരുന്ന മുറിവാണ് കേട്ടോ, ഗൺ ഷൂട്ട് വൂണ്ട്. GTT എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും നമ്മൾ, GTT സ്മോൾ GTT ഡ്രോപ്സ് കേട്ടോ, ഡ്രോപ്സ് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ ചിലവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നീ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, GTT എന്നാണ് പറയാം, ഡ്രോപ്സ് ആണ് കേട്ടോ, ഡ്രോപ്സ് എന്നർത്ഥമാണ്. അത് തന്നെ ക്യാപിറ്റൽ GTT വന്നാൽ വേറെയാണ് എക്സ്പാൻഷൻ, അറിയോ, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് കേട്ടോ, എന്നുവെച്ചാൽ ബോഡീസ് എബിലിറ്റി ടു റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ, അതാണ് എന്റെ അർത്ഥം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ബോഡീസ് എബിലിറ്റി ആണ് ടു റെഗുലേറ്റ് ദ ബ്ലഡ് ഷുഗർ, അതായത് ബ്ലഡിലെ ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയുടെ എബിലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് GTT എന്നാണ്. സ്മോൾ GTT ആണെങ്കിൽ ഡ്രോപ്സ് ആണ് കേട്ടോ, സ്മോൾ GTT ഡ്രോപ്സ് ആണ്. ക്യാപിറ്റൽ GTT എന്ന് പറഞ്ഞാല് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് കേട്ടോ. GU ക്യാപിറ്റൽ ആണ്, GU ജെനിറ്റോ യൂറിനറി എന്നാണ് കേട്ടോ, ജെനിറ്റോ യൂറിനറി കേട്ടോ, ജെനിറ്റൽ യൂറിനറി ട്രാക്റ്റിനെ ബാധിക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു യൂറിനറി ആൻഡ് ജെനിറ്റൽ ഓർഗൻസ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ജെനിറ്റോ യൂറിനറി, GU. GYN സ്മോൾ ലെറ്റർ ആണ്, GYN അറിയാലോ, ഗൈനക്കോളജി ആണ് കേട്ടോ, ഗൈനക്കോളജി. അടുത്തത് സ്മോൾ H അവർ അല്ലെ, സ്മോൾ H അവർ എന്നാണ് കേട്ടോ. ക്യാപിറ്റൽ H അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഹൈപ്പോഡെർമിക് എന്നാണ് കേട്ടോ. ഡെർമ, ഡെർമ എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം, ഡെർമറ്റോളജി, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഹൈപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഹൈപ്പർ എന്ന് പറയുന്നത് ഹൈ ലെവലിനെയും ഹൈപ്പോ എന്ന് പറയുന്നത് ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഹൈപ്പോഡെർമിക് എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും, ഡെർമ എന്ന് പറയുമ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെർമറ്റോ. ഹൈപ്പോഡെർമിക് എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർ ദ സ്കിൻ എന്നർത്ഥം കേട്ടോ, സ്കിന്നിന്റെ താഴെയായിട്ട് എന്നുള്ള അർത്ഥമാണ്. സ്കിന്നിന്റെ താഴത്തെ ലെയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് കേട്ടോ ഹൈപ്പോ ഡെർമിക് എന്നാണ് പറയാം. ക്യാപിറ്റൽ H എഴുതിയാലും അത് എക്സ്പാൻഷൻ അത് തന്നെയാണ്, ഹൈപ്പോഡെർമിക് എന്നാണ് കേട്ടോ. ഓക്കെ, ഹൈപ്പോഡെർമിക് അണ്ടർ ദ സ്കിൻ എന്നാണ് കേട്ടോ, സ്കിന്നിന്റെ താഴെ, സ്കിന്നിന്റെ എന്താ പറയാ താഴത്തെ ലെയറിനൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയാം, ഹൈപ്പോഡെർമിക് കേട്ടോ. ഓക്കെ ആണോ, ഓക്കെ ആണോ? ഒന്ന് വായിക്കൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കേ. പറയാം. നമ്പേഴ്സ് ഇതൊക്കെയാണ്. 98 കേട്ടോ, പ്രിയങ്ക നോട്ട് ചെയ്തോളൂ. 98, 100 100 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 104, 104 104, 105 105, 109 109 കേട്ടോ, 109, 110 110, 113 113 113, 117 117 കേട്ടോ, 117. ഓക്കെ, കിട്ടിയോ പ്രിയങ്ക, കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം നമുക്ക് എന്നാ, അടുത്ത പേജിലോട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പേജില് 121 തൊട്ടാണ് കേട്ടോ, 121 തൊട്ട് 143 വരെ ഉണ്ട് കേട്ടോ പേജിനകത്ത്. 121 തൊട്ട് 143 വരെയുള്ള പേജാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 122 നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, 122 മാർക്ക് ചെയ്തോളൂ. 122, 123 123, 123, 124 124, 127 127, 129 129, 130 130, 130, 135 135, 141 141, 142 142. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാണ്, നമ്പേഴ്സ് ഇതൊക്കെയാണ്. 122 122,
123 123, 124 124, 127 127, 129 129, 130 130, പിന്നെ 135, 141, 142. കിട്ടിയോ എല്ലാവർക്കും? ലാസ്റ്റ് പറയാം കേട്ടോ സഞ്ജിന, ലാസ്റ്റ് പറയാം. ഓക്കെ, വായിക്കാം കേട്ടോ. അടുത്തത് H and H കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. H and H ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റൻ ആണ് കേട്ടോ. എക്സ്പാൻഷൻ നോക്കി വയ്ക്കാം. ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റൻ ആണ് കേട്ടോ. ഹീമോഗ്ലോബിൻ അറിയാലോ, നമ്മുടെ ചുവന്ന രക്തമാണ് അല്ലെ, നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന അതല്ലേ പിഗ്മെന്റ് അല്ലേ ഹീമോഗ്ലോബിൻ അല്ലെ, നമ്മുടെ RBCക്ക് അകത്തുള്ള ഒരു പ്രോട്ടീൻ ആണ് അല്ലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ക്യാരീസ് ഓക്സിജൻ, ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഒരു RBCയിലെ പ്രോട്ടീൻ ആണ് അല്ലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹിമാറ്റോക്രിറ്റൻ. ഹിമാറ്റോക്രിറ്റൻ എന്ന് പറഞ്ഞിട്ട് പെർസെന്റേജ് ബൈ വോളിയം ആണ് കേട്ടോ. പെർസെന്റേജ് ബൈ വോളിയം ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ യുവർ ബ്ലഡ്. അതായത് നമ്മുടെ ബ്ലഡിനകത്ത് RBC ഉണ്ടല്ലോ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, അതിന്റെ വോളിയം ഓക്കെ ആ പെർസെന്റേജ് ആയിട്ട് പറയുന്നതാണ് ഹിമാറ്റോക്രിറ്റൻ കേട്ടോ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ RBCക്ക് അകത്തുള്ള പ്രോട്ടീൻ ആണ്, ക്യാരീസ് ഓക്സിജൻ അറിയാം ഹീമോഗ്ലോബിൻ. ഹിമാറ്റോക്രിറ്റൻ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ബൈ ദ വോളിയം ഓഫ് RBC ഇൻ ദ ബ്ലഡ് ആണ്. നമ്മുടെ ബ്ലഡിനകത്ത് RBCയുടെ പെർസെന്റേജ് വോളിയം എന്നൊക്കെ പറയാം, അതാണ് ഹിമാറ്റോക്രിറ്റൻ എന്ന് പറയുന്നത്. അടുത്തത് H and P ആണ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആണ്. H and P ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എന്നാണ് കേട്ടോ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ആണ്. H/A ആണ്. H/A എന്ന് പറഞ്ഞാല് ഹെഡ് ഏക്ക് ആണ് കേട്ടോ. ഇതാണ് ഹെഡ് ഏക്ക്. H/A ഹെഡ് ഏക്ക്. ഓക്കെ, അടുത്തത് HB സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ H, സ്മോൾ ലെറ്റർ B ആണ് കേട്ടോ. ഹീമോഗ്ലോബിൻ, ഇതാണ് ഹീമോഗ്ലോബിൻ കേട്ടോ. HB ഹീമോഗ്ലോബിൻ. ഓക്കെ, അറിയാലോ HB ഒക്കെ ഇടയ്ക്ക് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. HCT ഹിമാറ്റോക്രിറ്റൻ. ഹിമാറ്റോക്രിറ്റൻ അത് സെപ്പറേറ്റ് പറയുമ്പോൾ കേട്ടോ. ക്യാപിറ്റൽ H and H എന്ന് പറയുമ്പോൾ രണ്ടും ചേർത്താ പറയണേ, ഹീമോഗ്ലോബിൻ ആൻഡ് ഹിമാറ്റോക്രിറ്റൻ. HB എന്ന് പറഞ്ഞ ഹീമോഗ്ലോബിൻ ആണ്. HCT എന്ന് പറഞ്ഞാല് ഹിമാറ്റോക്രിറ്റൻ ആണ് കേട്ടോ. HG എന്താണ്? മെർക്കുറി, മെർക്കുറിയുടെ സിമ്പൽ ആണ് കേട്ടോ HG. എത്ര എണ്ണം പഠിച്ചു നമ്മള്? കാൽസ്യം പഠിച്ചു Ca. ഓക്കെ, ക്ലോറൈഡ് എന്താ? Cl. അയൺ എന്താണ്? Fe. ഓക്കെ, HG എന്തിന്റെയാണ്? മെർക്കുറി കേട്ടോ. HG മെർക്കുറി ആണ്. ഓക്കെ, HGB ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ. അപ്പൊ HB എന്ന് പറയാം, HGB എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ, ഹീമോഗ്ലോബിൻ എന്നാണ്. അടുത്തത് HH, അതിന്റെ നടുക്ക് സ്ലാഷോ ആൻഡോ ഒന്നുമില്ല കേട്ടോ. HH ആണ്. ഹിയാറ്റൽ ഹെർണിയ എന്നാണ് കേട്ടോ. ഹിയാറ്റൽ ഹെർണിയ. ഹെർണിയ എന്താണ്? ഹെർണിയ നമുക്കറിയാം, കുടലിറക്കം എന്നൊക്കെ പറഞ്ഞു ഡയാലിസിസിൽ പറഞ്ഞിരുന്നു. HH എന്ന് പറയാം ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം ദാറ്റ് ബൾജസ് ഇൻ ടു ദ ചെസ്റ്റ്. ചെസ്റ്റിന്റെ ഏരിയയിലോട്ട് മുകളിലോട്ട് എന്താ പറയാ ബൾജ് ചെയ്ത് വരുന്ന അവസ്ഥ കേട്ടോ. അതാണ് ഹിയാറ്റൽ ഹെർണിയ എന്ന് പറയുന്നത്. ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞ് സ്റ്റൊമക്ക് ഹെർണിയ എന്ന് പറയും കേട്ടോ. സ്റ്റൊമക്ക് ഹെർണിയ എന്ന് പേരുണ്ടെന്ന്. സ്റ്റൊമക്ക് ഹെർണിയ എന്ന് പറയാൻ കാരണം പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ബൾജസ് ഇൻ ടു ദ ചെസ്റ്റ്. ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം ബൾജ് ചെയ്ത് വരുന്ന അവസ്ഥയാണ് കേട്ടോ ഹിയാറ്റൽ ഹെർണിയ, അത് സ്റ്റൊമക്ക് ഹെർണിയ എന്നൊക്കെ പറയും കേട്ടോ. അടുത്തത് HIV. HIV നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ. എയ്ഡ്സിന് കാരണമായിട്ടുള്ള, എയ്ഡ്സ് എന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് എന്ത്? HIV അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ, HIV. ഓക്കെ, അടുത്തത് H2O. ആ 2 എന്നുള്ളത് താഴെയായിട്ടാണ് വരുന്നത് കേട്ടോ, താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത്. H2O വാട്ടറിന്റെ എന്താണ് മോളിക്യൂളതാണ് അല്ലെ. ഓക്കെ, കെമിക്കൽ ഫോർമുലയാണത് H2O എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് H2O2. അതായത് 2 എന്ന് പറയുന്നത് താഴെയായിട്ടാണ് വരിക കേട്ടോ. H2O2 അറിയോ? ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടിട്ടില്ലേ നിങ്ങള്? പുള്ളിക്കുഴി എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ നഗരത്തിന്റെ ഉള്ളിലെ തടിപ്പ് മറ്റുമൊക്കെ കളയാനായിട്ട്
ഈ സംഭവം ഉപയോഗിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ആന്റിസെപ്റ്റിക് പോലെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതായത് അത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാല് നമുക്ക് നഗരത്തിന്റെ ഉള്ളിലുള്ള അഴുക്ക് ഇങ്ങനെ പതഞ്ഞു വരും, അതിങ്ങനെ പതഞ്ഞു വരും. ഓക്കെ, എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രത്യേകത? ഒരു ആന്റിസെപ്റ്റിക് ഏജന്റ് ആണ് കേട്ടോ. കേട്ടിട്ടില്ലേ നിങ്ങള്? ഉപയോഗിക്കാറുണ്ടോ? ഓക്കെ, അതെ തന്നെ. പ്രത്യേകിച്ച് നമ്മൾ കുടിനകം വരുന്ന സമയത്ത് നമുക്ക് ആ നഗരത്തിന്റെ ഉള്ളിൽ അടുത്തൊക്കെ കയറി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണല്ലോ ഇങ്ങനെ പഴുത്ത് കുടിനകം ആവുന്നത്. അപ്പൊ നമുക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സംഭവം ഒഴിച്ചാൽ മതി. ഹൈഡ്രജൻ പെറോക്സൈഡ് ചെറിയ പില്ലറിൽ ഇട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ അഴുക്കൊക്കെ ഇങ്ങനെ പതഞ്ഞ് കുത്തി പുറത്തോട്ട് വരും. ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നെഗൊക്കെ ഒരുപാട് ഇങ്ങനെ സൈഡിലേക്ക് ആഴ്ത്തി വെട്ടരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ചെടിയൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണല്ലോ, അങ്ങനെ വരും. ഓക്കെ, ഇതിനകത്ത് H2O2 എന്ന് പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതൊരു ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. HPI എന്ന് പറഞ്ഞത് എന്താണ്? ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് എന്നർത്ഥമാണ് കേട്ടോ. എക്സ്പെൻഷൻ എന്താണ്? ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്, നിലവിലുള്ള അസുഖത്തിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. HR അവർ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സ്മോൾ എച്ച് എന്ന് പറയുന്നതും അവറാണ്. HR എന്ന് സ്മോൾ HR എന്ന് പറഞ്ഞാലും അവർ എന്നാണ് കേട്ടോ. അവർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് HS. HS എന്താണ്? അറ്റ് ബെഡ് ടൈം ആണ് കേട്ടോ. ഇതാണ് അറ്റ് ബെഡ് ടൈം ആണ് കേട്ടോ. അറ്റ് ബെഡ് ടൈം. ഓക്കെ, HTN ക്യാപിറ്റൽ എച്ച് ആണ് കേട്ടോ. HTN ഹൈപ്പർ ടെൻഷൻ. ഇതാണ് ഹൈപ്പർ ടെൻഷൻ ആണ് കേട്ടോ. HTN ഹൈപ്പർ ടെൻഷൻ. HX എന്താ? ഹിസ്റ്ററി. ഇതാണ് ഹിസ്റ്ററി കേട്ടോ. ഹിസ്റ്ററി. ഓക്കെ, AX പഠിച്ചതാവുന്നുണ്ടോ? ഡയഗ്നോസിസ് അല്ലെ? ഓക്കെ, HX എന്താണ്? ഹിസ്റ്ററി എന്നാണ് കേട്ടോ. HZ എന്താണ്? ഹെഡ്സ് കേട്ടോ. ഹെഡ്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ആവൃത്തി നമ്മൾ പ്രത്യേകിച്ച് സൗണ്ട് ലോസ് ഒക്കെ ഇത്ര ഹെഡ്സ് ഓഡിബിൾ ഹെഡ്സിലല്ലേ പറയാ, ഹെഡ്സിലല്ലേ നമ്മൾ പറയാം ഫ്രീക്വൻസി. ഓക്കെ, ആ ഫ്രീക്വൻസിന് യൂണിറ്റ് ആണ് കേട്ടോ. ഹെഡ്സ് എന്നാണ് പറയാ. ഓക്കെ, I and O എന്താണ്? ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് എന്നാണ് കേട്ടോ. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, IC എന്താണ്? മൂന്ന് എക്സ്പാൻഷൻ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ഇൻട്രാ കാർഡിയാക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ഇൻട്ര എന്ന് കേൾക്കുമ്പോൾ വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇന്റർ എന്ന് പറയുമ്പോഴാണ് രണ്ട് വ്യത്യസ്തമായിട്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. ഇന്റർ എന്ന് കേൾക്കുന്നത് ഉള്ളിലാണോ എന്ന് വിചാരിക്കുന്നല്ല. ഇൻട്ര എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ്. ഇൻട്രാ കാർഡിയാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ഇൻ ദ ഹാർട്ട് എന്ന അർത്ഥം കേട്ടോ. ഓക്കെ, പിന്നെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻഹെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. പ്രത്യേകിച്ച് നമ്മള് ഈ പൾമണറി ടെസ്റ്റ് ഒക്കെ ചെയ്യേ ആ സമയത്തൊക്കെ അത് ചെക്ക് ചെയ്യും. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. പിന്നെ വേറൊരു എക്സ്പാൻഷൻ എന്താണ്? ഇറിറ്റബിൾ കോളൻ ആണ് കേട്ടോ. ഇറിറ്റബിൾ കോളൻ എന്തിന്റെ ഭാഗമാണ്? കുടലിന്റെ ഭാഗമാണ് അല്ലേ? മേജർ പാർട്ട് ഓഫ് ദ ലാർജ് ഇൻറ്റെസ്റ്റൈനിലെ കോളൻ നമ്മൾ പറഞ്ഞേ, നമ്മൾ പഠിച്ചില്ലേ? ഗാസ്ട്രോഎൻട്രോളജിയിൽ പഠിച്ചതാണ്. സോ ഇറിറ്റബിൾ കോളൻ കേട്ടോ. ഇറിറ്റബിൾ കോളൻ. അടുത്തതാണ് ICP. എന്താണ്? ഇൻട്രാ ക്രാനിയൽ പ്രഷർ എന്നാണ് കേട്ടോ. ഇൻട്രാ വിത്ത് ഇൻഡ അല്ലെ? ഇൻട്രാ ക്രാനിയൽ പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ വിത്ത് ഇൻ ദ ക്രാനിയം. ക്രാനിയം എവിടെയാ? ബ്രെയിൻ, നമ്മുടെ തലച്ചോറിന്റെ ഭാഗമാണ് കേട്ടോ. ക്രാനിയം. ഓക്കെ, തലയോട് അതിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഭാഗമാണ് അതാണ്. ഓക്കെ, ഇൻട്രാ ക്രാനിയൽ പ്രഷർ ആണ് കേട്ടോ. ICU എന്താണെന്ന് അറിയാലോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അടുത്തതാണ് IDDM. എന്താണ്? ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെ? ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 പ്രമേഹമാണ് കേട്ടോ. ടൈപ്പ് 1 പ്രമേഹമാണ് ഏത്? IDDM ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ the body does not effectively use the insulin hormone. അതാണ് ഉദ്ദേശം കേട്ടോ. അതായത് നമുക്ക് ഇൻസുലിനെ നമുക്ക് ശരിയായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് ശരീരത്തിൽ, പക്ഷെ എന്താണ്? ഇൻസുലിനെ ഇഫക്റ്റീവ് ആയിട്ട് ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ. അതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് കേട്ടോ. അതിൽ വരുന്നത് IDDM ആണ്. ടൈപ്പ് 2 പ്രമേഹം വേറെ ഉണ്ട് കേട്ടോ. IDDMന്റെ ഫുൾ ഫോം ഇതാണ്. എന്താണ്? ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. DM നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. IM എന്താണ്? ഇൻട്രാമസ്കുലർ എന്നാണ് കേട്ടോ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിത്ത് ഇൻഡ. ഓക്കെ, ഇൻട്രാമസ്കുലർ വിത്ത് ഇൻ ദ മസ്കിലാണ് കേട്ടോ. ഓക്കെ, ഒന്ന് വായിക്കാമോ?
ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം നമുക്ക്. അടുത്ത പേജിലോട്ട് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം കേട്ടോ. അതിനകത്ത് വരുന്നത് 144 തൊട്ടാണ് കേട്ടോ. 144 തൊട്ടാണ് 144 to 165 കേട്ടോ. 165 വരെ കേട്ടോ. 144 തൊട്ട് 165 വരെയാണ്. മാർക്ക് ചെയ്യുന്ന നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 147 147 കേട്ടോ. 147 152 152 153 153 161 161 164 164. ഇവിടെ പറയാണ് 147 152 153 161 164. കിട്ടിയ നമ്പേഴ്സ്? ഓക്കെ, അപ്പോ നമുക്കൊരു രണ്ടെണ്ണം വായിച്ച് നിർത്താം. IO ഫസ്റ്റ് വന്ന് വരുന്നത് IO ആണ് കേട്ടോ. IO എന്ന് പറഞ്ഞാല് ഇൻട്രോസിയസ് എന്നാണ് കേട്ടോ. ഇൻട്രോസിയസ് എന്നാണ്. ഇൻട്രന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിട്ടില്ല എന്നാണ്. ഇൻട്രോസിയസ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻജക്ട് ഡയറക്ട്ലി ഇൻ ടു ദ ബോൺ മാരോ. ഓക്കെ, ബോൺ മാരോയിലോട്ട് അസ്ഥിമജ്ജ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇൻജക്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഇൻട്രാസിയസ് എന്നാണ് പറയുക കേട്ടോ. ഇൻട്രാസിയസ് കേട്ടോ. ഓക്കെ, ബോൺ മാരോ ഇല്ല, അസ്ഥിമജ്ജ, അതിന്റെ അകത്തോട്ട് ഉള്ളിലോട്ട് എന്തെങ്കിലും നമ്മൾ ഇൻസേർട്ട് ഇൻജക്ട് ചെയ്യുന്നതിനാണ് കേട്ടോ. അടുത്തതാണ് IPPV. എന്താണ്? ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്നാണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഓക്കെ, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്നാണ് കേട്ടോ. അതൊരു റെസ്പിറേഷൻ തെറാപ്പി ടെക്നിക് ആണ് കേട്ടോ. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കേട്ടോ. സഞ്ജിന ചോദിച്ച നമ്പേഴ്സ് ഞാൻ പറയാം കേട്ടോ. സഞ്ജിന നോട്ട് ചെയ്തോളൂ. സഞ്ജിന ചോദിച്ചത് 97 തൊട്ട് 120 വരെയുള്ള നമ്പേഴ്സ് അല്ലേ ചോദിച്ചത് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. 98 മാർക്ക് ചെയ്തോളൂ കേട്ടോ. 98 98 100 100 മാർക്ക് ചെയ്യാം കേട്ടോ. 100 104 104 105 109 109 110 113 117 കേട്ടോ. ഇവിടെ പറയാം 98 100 104 105 109 110 113 117. ഓക്കെ, കിട്ടിയോ? അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ക്ലാസ് അറിയില്ലാതെ അറിയിക്കും കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും. ക്ലാസ്സിനകത്തേക്ക് അറിയിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.